D2020. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടെൻസ് നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടെൻസ് പഠിക്കുകയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ടെൻസിന് തന്നെ പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രസൻറ്റ് ടെൻസിലെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്ത് പറയേണ്ടത്, എന്താണ് ഇതിൻ്റെ ഫോമാറ്റ്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോമാറ്റ് എന്താണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കൊണ്ട് സെൻറ്റൻസ് ഫോം ചെയ്യേണ്ട ഫോമാറ്റ് എന്താണ്. ആക്ച്വലി ദ ഫോമാറ്റ് ഈസ് വെരി സിമ്പിൾ. വളരെ സിമ്പിളാണ് ഫോമാറ്റ്. ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം വേർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈ ഫോമാറ്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ, അതായത് ചെയ്യുന്ന പ്രവൃത്തി ഏതാണോ, ഇപ്പോൾ ഇരിക്കുക എന്നുള്ളതാണ് പ്രവൃത്തിയെങ്കിൽ സിറ്റ് അല്ലേ, സിറ്റാണ് വേർബ്. അപ്പോൾ വേർബിൻ്റെ കൂടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം. അതായത് ഇപ്പം വേർബ് സിറ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിറ്റ്സ് എന്ന് പറയണം. സ്റ്റാൻഡ് ആണെങ്കിൽ സ്റ്റാൻഡ്സ് എന്ന് പറയണം. ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് പറയണം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് സെൻറ്റൻസ് ഫോർമേഷൻ. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വേർബ്, വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് എന്ന വാക്കുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അത് ആണ് ഒരു ഡിഫറൻസ് വരുന്നത്. സബ്ജക്റ്റ് വേർബ്, വേർബിൻ്റെ കൂടെ എസ് പ്ലസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുക, അതിനുശേഷം ഒബ്ജക്റ്റ് എന്താണെന്ന് എഴുതുക, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ. അതേസമയം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്, അതിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ആണ് ആദ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കയറ്റി വെക്കേണ്ട ഒരു കാര്യം. ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ ആദ്യം എഴുതുക, അതിനുശേഷം നമുക്ക് ഏതൊക്കെ സന്ദർഭത്തിലാണ് യൂസ് ചെയ്യേണ്ടത്, എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പം ഈ ഫോമാറ്റ് ആദ്യം എവിടെയെങ്കിലും എഴുതിയിടുക, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം.